മേധയ്ക്ക് നിശ്ചയത്തിനുള്ള ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ? അതെന്തിനാ അത് മാത്രം ആക്കുന്നത്? ആർക്കൊക്കെ എത്രയൊക്കെ ഡ്രസ്സ് വേണോ അതെല്ലാം എടുക്കാം. താങ്ക് യു മമ്മി. ആന്റി, ഈ താങ്ക് യുവിന് ഒരു കുഴപ്പമുണ്ട്. പറ്റിയ ഈ കട മൊത്തമായിട്ട് ഇന്ദ്രജ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ടി ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളോ അതോ നമ്മൾ ഈ ആണുങ്ങൾക്കും ബാധകമാണോ? എന്തായാലും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല വിജയ്. അതുകൊണ്ട് എല്ലാവർക്കും എടുക്കാം. എനിക്ക് കുറച്ച് കാഷ്വൽസ് വേണം. എന്റെ അടുത്ത് കുറവാ ആന്റി. അതിനെന്താ മോളെ, നീ എത്ര വേണമെങ്കിലും എടുത്തോളൂ. നീ വാങ്ങുന്നതല്ലേ ആന്റിയുടെ സന്തോഷം. അതെ ഹരിത, സത്യത്തിൽ ഹരിതയോടുള്ള കെയർ കാരണം ഇപ്പൊ എന്റെ നിശ്ചയാന്ന് മമ്മി മറന്നു പോകുന്ന പേടിയാണ്. പോടിയുണ്ട്. ഏയ് നന്ദിനി, താനത് ഈ കൂട്ടത്തിൽ കൂടാത്തത്? സൂര്യൻ നോക്കുകയാണോ? സൂര്യ ഇപ്പൊ വരും, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡോൺ വറി. എങ്കിൽ ശരി, നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോവാം. വാ. രഞ്ജിത്ത്, നീ എന്തിനാ ഇവിടെ ഇത്ര കെയർ ചെയ്യുന്നേ? നാണക്കേടാണ് കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കുക ഹരിത. നീ വന്നേ. നീ കണ്ടില്ലേ രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് കിട്ടുന്ന പരിഗണന? ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല. അതാ ഞാൻ പറയുന്നത്. ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി വാ. സാധാരണ ഫംഗ്ഷനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതെ, ഈ തറവാടിത്തത്തിന്റെ ലക്ഷണമാണ് ഇതൊക്കെ. ചില ഭക്ഷണശാലകൾ, ചില ടെക്സ്റ്റൈൽസുകൾ, അതൊക്കെ സ്ഥിരമായിരിക്കും. അതെന്തോ, അതൊന്നും എനിക്കറിയില്ല. എല്ലാത്തിന്റെ അടിസ്ഥാനം വിശ്വാസം തന്നെയല്ലേ. വരൂ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല സർ. സൂര്യ ഇപ്പൊ വരും, മോള് വാ. ഗുഡ് മോർണിംഗ് മാഡം. മോനെ, എന്താ നോക്കുന്നേ? എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. പ്രത്യേകിച്ച് കല്യാണ നിശ്ചയത്തിനുള്ള സാരിയും മറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേഡീസിന്റെ സെക്ഷനിലേക്ക് പോവാം. അത് ഈ അണ്ടർഗ്രൗണ്ടിലാണല്ലേ? ഓ, ആ കണ്ടോ, ഇവർക്കാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പെണ്ണുങ്ങളെ സെക്ഷനൊക്കെ നേരെ കൊണ്ടുവന്ന് അണ്ടർഗ്രൗണ്ടിൽ വെച്ചു. എന്താ കാരണമെന്നറിയോ? എന്താ അങ്കിൾ, ഈ സ്വർണവും വസ്ത്രവും ഏത് പാതാളത്തിൽ കൊണ്ടുപോയി വച്ചാലും അവിടെ പെണ്ണുങ്ങൾ തുറന്നു ചെല്ലുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിക്കുന്നത്. ആ വരും മാഡം. ശരി, വാ. തമാശക്ക് പറഞ്ഞതാണേ. ഇന്ദ്രജെ, എന്റെ തമാശ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഇത് കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഇതിന്റെ പേരിൽ ആവശ്യമില്ലാത്ത അലമ്പിന് നിന്നാലുണ്ടല്ലോ, ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കും കേട്ടോ. എന്താ വിജയേട്ടാ? ഇന്ദ്രജയുടെ കാര്യം ഇങ്ങനെ തന്നെ സംസാരിച്ചാ തീരില്ല. എന്നോടിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, വാ വാ. മനസ്സിലായല്ലേ? മനസ്സിലായി. അതെടുത്ത്. ഇത്തരം ഡ്രസ്സുകളൊക്കെ കുറവായിരിക്കില്ലേ തന്റെ കയ്യില്? ഇതൊന്നും അവിടെ കിട്ടാൻ ഒരു പ്രയാസമില്ല. മാത്രമല്ല ഇപ്പൊ ഒരുപാട് സ്ത്രീകള് ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്യും. ചിലടത്ത് പോവും, ചിലടത്തുനിന്ന് വാങ്ങുകയും ചെയ്യും. ഉദയ് പറഞ്ഞതാ, വേണമെങ്കില് എന്നോടും അതുപോലെ ഒന്ന് തുടങ്ങിക്കോളാൻ. എന്നിട്ട് വേണ്ടെന്ന് വെച്ചോ? എല്ലാവരും ഷോപ്പ് തുടങ്ങിയാ പിന്നെ വാങ്ങാനായിട്ട് ആള് വേണ്ടേ? ചിലര് മാറി നിൽക്കട്ടെ. അതിങ്ങനത്തെ തരും.
പത്മം ഇതെങ്ങനെയുണ്ട്? നോക്കട്ടെ. കൊള്ളാം. ദേ, അതിങ്ങടുത്തേ. ഏയ്, ദാ പിടിക്ക്, കൊടുക്ക്. ആ, ദാ പിടിക്ക്. ചെല്ലങ്ങോട്ട്. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് നോക്കിയാലോ? രണ്ടുപേരും കൂടി എന്തൊക്കെ പറയുന്നുണ്ട്. മോളെ ഇതെന്താ നീ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? കുറച്ച് എനിക്ക് തന്നേക്ക്. അയ്യോ വേണ്ട സർ, തുണിയല്ലേ, വലിയ വെയിറ്റ് ഒന്നുമില്ല. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? മോള് കുറച്ചിങ്ങോട്ട് താ. വേണ്ട സർ, കുഴപ്പമില്ല, വേണ്ട സർ. എന്താ ഇത്? ഇവിടെ ഈ ചുമട്ടുകാരെ കുറിച്ച് തർക്കം വേണോ? ചുമട്ടുകാരോ? ഷോ പ്ലീസ്, ഇവിടെയെങ്കിലും ഒരു അല്പം സ്വൈരം തരുമോ നിങ്ങൾ? അങ്കിളെ, യതിയെങ്കിൽ അല്പം ടെൻഷനിലാണെന്ന് തോന്നുന്നു. നമുക്കൊരു കമ്പനി കൊടുത്താലോ? വാ വാ. എന്തുപറ്റി അളിയാ? സത്യം പറഞ്ഞ ഈ സ്ത്രീകളുടെ കൂടെ ഡ്രസ്സ് പർച്ചേസിംഗ് വരുന്നത് പോലെ ഒരു ബോറിംഗ് പരിപാടി വേറെ ഒന്നുമില്ല. എന്നാലേ ബോറിംഗ് ആണെന്ന് ഇവരോടൊന്ന് പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രഷർ. എന്തു പറയുന്ന അളിയാ?